കരിവെള്ളൂരും തൃക്കരിപ്പൂരുമായി പഴയകാലത്ത് ബന്ധം വച്ചിരുന്ന ഈയക്കാട് ആനാർവയൽ മതിരക്കോട് റോഡ് പ്രതീക്ഷയേറുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണത്തിന്റെ സാധ്യത ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളും UDF നേതാക്കളും ഈയക്കാട് ആനാർവയൽ സന്ദർശിച്ചു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. മോട്ടോർ വാഹനങ്ങൾ വ്യാപകമല്ലാതിരുന്ന കാലത്ത് പതിറ്റാണ്ടുകളോളം രണ്ട് പ്രദേശങ്ങളിലെയും ജനങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിച്ചുവന്ന പ്രധാന വഴിയായിരുന്നു ആനാർവയൽ മതിരക്കോട് റോഡ്. തോടിന് വീതി കുറഞ്ഞ ഭാഗമാണ് ഉള്ളതെന്നത് ചെറുപാലം നിർമ്മിക്കുന്നതിന് സൗകര്യപ്രദമാണ്. പഴയകാലത്തെ പാത പുതിയ കാലത്തും യാത്രയ്ക്കായി ഉപയോഗിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഇരു പ്രദേശങ്ങളിലുമുള്ളവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യമായില്ല. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഈയക്കാട് ഭാഗം ആനാർവയൽ വരെ വർഷങ്ങളായി റോഡ് ടാറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായില്ല. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഈയക്കാട് 6-ാം വാർഡിലെ ആനാർവയൽ റോഡ് കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ 15-ാം വാർഡ് പ്രദേശത്തെ മതിരക്കോടിനെ ബന്ധിപ്പിക്കുന്ന റോഡ് പാലം നിർമ്മാണത്തിന്റെ സാധ്യത ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളും UDF നേതാക്കളും പ്രദേശം സന്ദർശിച്ചു. പയ്യന്നൂർ മണ്ഡലത്തെ തൃക്കരിപ്പൂർ പഞ്ചായത്തുമായി ബന്ധപ്പെടുന്നതിന് എളുപ്പമാർഗമാണിത്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ, തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയം, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, രാജീവ് ഗാന്ധി സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് ഉൾക്കൊള്ളുന്ന വിവിധോദ്ദേശ സ്റ്റേഡിയം, തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് കരിവെള്ളൂരിൽ നിന്ന് വേഗത്തിലെത്താം എന്ന പ്രത്യേകത പാതയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്തുകളിലുള്ളവർക്കുൾപ്പെടെ ഏറെ ഗുണമുണ്ടാക്കുന്ന പാതയായി ഭാവിയിൽ ഇത് മാറാമെന്ന പ്രതീക്ഷ വയ്ക്കുകയാണ് നാട്ടുകാർ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തൃക്കരിപ്പൂർ പയ്യന്നൂർ MLAമാർ ഈയക്കാട് ആനാർ കരിവെള്ളൂർ മതിരക്കോട് റോഡ് നിർമ്മാണത്തിനായി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഇരുഭാഗത്തുമുള്ള നാട്ടുകാരും യാത്രക്കാരും. റോഡ് നിർമ്മാണത്തിന്റെ സാധ്യത ലക്ഷ്യമിട്ട് UDF നേതാക്കളും ഈയക്കാട് ആനാർവയൽ സന്ദർശിച്ചു. UDF ജില്ലാ ഏകോപന സമിതി അംഗവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ഏകോപന സമിതി അംഗവും CMP സംസ്ഥാന കമ്മിറ്റി അംഗവുമായ EV ദാമോദരൻ, UDF പഞ്ചായത്ത് കൺവീനർ VM ശ്രീധരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി V മനോഹരൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.